രാവിലെ എളുപ്പം തപ്പി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇതാ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു തരാം. വെറും 5 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിൻ്റെയും തക്കാളിൻ്റെ എല്ലാം കളറിൽ ഇതുപോലെ നല്ലോണം മാറി വരണം. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം സൈഡിലോട്ട് ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഒരു മുട്ട എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമ്മളിതൊന്ന് ചിക്കിയതിന് ശേഷം മസാലയിലേക്ക് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കനും ബീഫെല്ലാം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊടിൻ്റെ പച്ചമുളകെല്ലാം മാറുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്രെഡാണ്. ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1-2 പേർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും. ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ബ്രെഡ് ഡബിൾ ആക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ മസാലയും ഡബിൾ ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ബ്രെഡെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി മിക്സിംഗ് ആണ്. നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കുത്തി 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 മാക്സിമം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.